Good afternoon, friends. മാർക്കറ്റ് നല്ലൊരു റിക്കവറി കാണിക്കുന്നുണ്ട്. ഇപ്പം പല സ്റ്റോക്സും നല്ലതായിട്ട് കയറി കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഐ തിങ്ക് മാർക്കറ്റ് റിക്കവറി കാണിച്ച് TCS നല്ലൊരു മൂവ് ചെയ്തു, ഭാരതി എയർടെൽ മൂവ് ചെയ്തു. ഞാൻ രാവിലെ അഡാനി അഡാനി പവർ പറഞ്ഞിരുന്നു. അഡാനി പവർ ഇസ് ഓൾമോസ്റ്റ് നൗ 510. ഞാൻ വാസ് 486 ഇപ്പോൾ 510ലേക്ക് പോയി അഡാനി പവർ. സോ മാർക്കറ്റിൽ മൂവ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ക്ലോസിങ്ങിൽ മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ബിക്കോസ് നാളെ ഹോളിഡേയും മറ്റന്നാളെ എക്സ്പയറി ആയതുകൊണ്ട് സോ ഓൾ ദി സ്റ്റോക്സിനോ ഗെയിൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നെനിക്ക് പറയാനുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള സ്കിപ്പർ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി. ഈ സ്കിപ്പർ ഇന്ത്യ ലിമിറ്റഡ് മെയിൻലി ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവർക്കുള്ള പ്രധാന ക്ലയൻസ് എന്ന് വെച്ചാൽ റിലയൻസ് ജിയോ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ടാറ്റ പ്രോജക്ട്സ്, ഇങ്ങനെയുള്ള വലിയൊരു ക്ലയൻസിനെ ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ജിയോഗ്രാഫിക്കൽ ഫുട് പ്രിൻറ്റ്സ് നോക്കിയാൽ ദിസ് കമ്പനീസ് ഓപ്പറേറ്റിംഗ് ആഫ്രിക്ക, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഓൾമോസ്റ്റ് ഗ്ലോബലി എവരിവെയർ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ്. ഈ സ്കിപ്പർ ഇന്ത്യൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 4,649. ഇപ്പോൾ CMP ഉള്ളത് 412 ആണ്. ദിസ് ഈസ് ഇതൊരു നല്ലൊരു കമ്പനി ആയിട്ട് എനിക്ക് തോന്നുന്നത്. എനിവേ ദിസ് ഈസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. ഇതിൻ്റെ P വരുന്നത് 37 ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ സെയിൽസ് നോക്കുകയെന്ന് വെച്ചാൽ 44,940 crores അടുത്തുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 10% ചെയ്യുന്നത്. പാറ്റ് കാണിക്കുന്ന 125 കോടി കാണിക്കുന്നുണ്ട്. സെയിൽസ് ഗ്രോത്ത് ആണ് അതിൻ്റെ ഏറ്റവും 61% സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്നത്. പ്രോഫിറ്റ് ഗ്രോത്ത് 74% കാണിക്കുന്നുണ്ട്. സോ ഈ കമ്പനി ഒരു 3 കൊല്ലത്തെ ടൈം ഫ്രെയിമിൽ എനിക്കൊന്ന് ദിസ് കമ്പനി ഈസ് ഹാവിങ് അറ്റ്ലീസ്റ്റ് മൈ ടാർഗറ്റ് ഈസ് 1,500 if 3 years ടൈം ഹൊറൈസണിൽ Skipper India Limited. So that is the one thing I want to tell. And another thing is that Economic Times in the data prakaram India governments in the cash surplus, including both central government and the state government, is currently around 2.5 lakh crores. ഇന്നലെ ഞാൻ നോക്കുന്നത് ബർക്ക്ഷയർ ഹാത്ത്വേൻ്റെ ക്യാഷ് ഹോൾഡിംഗ് ഈസ് $334 billion. സോ ജസ്റ്റ് ഇമാജിൻ കമ്പയർ ഇന്ത്യ ആൻഡ് ബർക്ക്ഷയർ ഹാത്വേസ് ക്യാഷ് ഇൻ ഹാൻഡ്. ആൻഡ് എനി ബിസിനസ് ക്യാഷ് ഇൻ ഹാൻഡ് ഈസ് ദ എസെൻസ്. നിങ്ങളെ ക്യാഷ് ഇൻ ഹാൻഡ് എത്രയുണ്ട്, ബാക്കിയെല്ലാം നിങ്ങൾ വന്ന് യു ക്യാൻ ടോക്ക് ഓൾ ബിഗ് ടോക്സ്, ബട്ട് ഇൻ ദി എൻഡ് വാട്ട് ഈസ് എ ക്യാഷ് ഇൻ ഹാൻഡ്? ക്യാഷ് ഇൻ ഹാൻഡ് ഇല്ലാത്തൊരു ബിസിനസ് വെച്ചാൽ ഈസ് ഇറ്റ് വർത്ത് ഇൻവെസ്റ്റിംഗ്? ജസ്റ്റ് ഇമാജിൻ. So thank you for viewing my channel. I think market will go up again. Please do subscribe my channel. Have a nice day.